മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 1/6/1987 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂയമാണ് നക്ഷത്രം, പൂയം 2-ാം പാദം, കന്നി ലഗ്നം. ലഗ്നത്തിൽ കേതു, ഗുളികൻ, 2 ശൂന്യം, 3-ൽ ശനി, 4, 5, 6 ഭാവങ്ങൾ ശൂന്യം, 7-ൽ ഗുരു, രാഹു, 8-ൽ ശുക്രൻ, 9-ൽ സൂര്യൻ, 10-ൽ ബുധൻ, കുജൻ, 11-ൽ ചന്ദ്രൻ, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് മനസ്സിനെ അധികമായിട്ട് കൺഫ്യൂഷൻ, ടെൻഷൻ അല്ലാതല്ല എങ്കിൽ നെഗറ്റീവ് ചിന്തകൾ ബാധിക്കുന്നുവെന്ന് പറയുന്ന ഒരു കാരണമുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണത്? പ്രധാനമായും കന്നി ലഗ്നം, അതിൻ്റെ അധിപൻ അറിവിൻ്റെ ബുദ്ധിയുടെ കാരകഗ്രഹം ബുധൻ, ലഗ്നാൽ 10-ൽ ഭദ്ര യോഗം കൊടുത്തു നിൽക്കുന്നു. വളരെ നല്ലതാണ് പൊതുവെ. പക്ഷേ ലഗ്നത്തിൽ കേതു, ലഗ്നത്തിൽ ഗുളികൻ നല്ലതല്ല, ഒട്ടും നല്ലതല്ല. നവാംശത്തിലും ഗുളികൻ്റെ സ്ഥാനം ചന്ദ്രനോടൊത്ത് അതേ പൊസിഷനിൽ തന്നെയാണ്. അപ്പോൾ പൊതുവെ മുൻപുള്ള ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ലഗ്നത്തിൽ ഗുളികൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ ശാരീരികമായിട്ടുള്ള അതല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ സ്ഥിരമായോ അല്ലാതെയോ അലട്ടിക്കൊണ്ടിരിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലഗ്നത്തിൽ ഗുളികൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ രോഗിയായ രാജാവ് എന്ന് ആസ്ട്രോളജിയുടെ ഒരു തിയറി തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ ലഗ്നത്തിൽ തന്നെ പ്രത്യേകിച്ചും ബുധൻ്റെ ക്ഷേത്രം, അറിവിൻ്റെ, ബുദ്ധിയുടെ, ഓർമ്മശക്തിയുടെയൊക്കെ കാരകഗ്രഹമാണ് ബുധൻ. അറിവിൻ്റെ ക്ഷേത്രത്തിലാണ് ഗുളികൻ എന്ന് പറയുന്ന വിഷം സപ്ലൈ ചെയ്യുന്ന ശനി പുത്രൻ നിൽക്കുന്നത്. ഛായാഗ്രഹമായിട്ടുള്ള കേതുവിനോടൊത്ത് അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാമത്തെ ദൃഷ്ടിയുമുണ്ട്. നവാംശത്തിലും ഗുളികൻ്റെ സ്ഥാനം അതേ ഭാവത്തിൽ തന്നെയാണ്, അത് ചന്ദ്രനോടൊത്താണ് നവാംശത്തിൽ നിൽക്കുന്നത്. ഇത്രയും കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മനസ്സിന് സ്വസ്ഥത എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുപോലെ ലഗ്നാൽ 5 മനസ്സിൻ്റെ സ്ഥാനം, സന്താന സ്ഥാനം, 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി, ലഗ്നാൽ 3-ൽ നിൽക്കുന്നു. 3-ലെ ശനി മുടിവെച്ച് വാഴുമെന്നൊരു ചൊല്ല് തന്നെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ 5-ാം ഭാവാധിപത്യം, 5-ൻ്റെയും 6-ൻ്റെയും ഭാവാധിപത്യം വഹിച്ച് 3-ൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുടി വെച്ച് വാഴാൻ നിൽക്കുന്ന ശനി, അത് കുജൻ്റെ ക്ഷേത്രത്തിലാണ് എന്നത് ഒന്നാമത്തെ കാര്യം. 2, രാഹുവിൻ്റെ 7, 8, 9-ാമത്തെ ദൃഷ്ടി ശനിയിലേക്ക് വരുന്നുണ്ട്. നല്ലതല്ല. മനസ്സിനെ പ്രത്യേകിച്ചും ശനിയിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നതോ രാഹുവിലേക്ക് ശനിയുടെ ദൃഷ്ടി പോകുന്നതോ ഒരു രീതിയിലും നല്ലതല്ല. രണ്ടും നെഗറ്റീവ് സപ്ലൈ ഒരേ സമയം നടത്തും. അപ്പോൾ ഇവിടെ മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിച്ച് 3-ൽ നിൽക്കുന്ന ശനിയിലേക്ക് രാഹുവിൻ്റെ 9-ാമത്തെ ദൃഷ്ടി വരുന്നു. ഒട്ടും നല്ലതല്ല. മനസ്സിനെ പേടിപ്പിക്കുന്ന, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഴയകാല ട്രോമ പോലെയുള്ള, അതല്ല എങ്കിൽ പഴയ കാലത്ത് നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ തളം കെട്ടി നിൽക്കുകയോ അത് കൂടെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഇടവിട്ട് നമ്മളെ ശല്യം ചെയ്യത്തക്ക രീതിയിലോ നമ്മളെ മനസ്സിൻ്റെ മറ്റ് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളെ തളർത്തുന്ന രീതിയിലോ ഉള്ള അവസ്ഥ, തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ചിന്താരീതികളിൽ വരാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. അവിടെയാണ് ലഗ്നത്തിലെ കേതുവും ഗുളികനും മാക്സിമം ആക്രമണം മനസ്സിനെതിരായി, ആ വ്യക്തിക്കെതിരായി നടത്തുക. ഈ ഗ്രഹനിലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം ചിന്തകളെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവ് ആക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. ഗുളികനൊക്കെ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. അത് രാഹുവിൻ്റെ ദൃഷ്ടിയിലോ കേതുവിനോടൊത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് അറിയാം എന്നതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്ന സ്പോട്ടിൽ തന്നെ അതിനെ കട്ട് ചെയ്യുക, അതിനെ വഴിതിരിച്ച് പോസിറ്റീവ് ആക്കുക എന്ന് പറയുന്ന പ്രാക്ടിക്കൽ കുതന്ത്രം അപ്ലൈ ചെയ്യുക എന്നതാണ് ആദ്യത്തെ കാര്യം. എന്നതിന് ശേഷം മാത്രമേ പരിഹാരങ്ങളെക്കുറിച്ച് പോലും ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. ഒരു നെഗറ്റീവ് ചിന്ത തുടങ്ങുന്ന സമയത്ത് നമുക്കറിയുന്നത് നെഗറ്റീവ് ചിന്തയാണ്. അതിനെ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്താൽ രക്ഷ നമ്മൾക്ക് തന്നെ അവിടെ
സൃഷ്ടിക്കാൻ കഴിയും. അതല്ലാതെ പരിഹാരങ്ങൾ കൃത്യമായി ചെയ്യുകയും നെഗറ്റീവ് ചിന്ത വരുന്ന സമയത്ത് അതിനെ വളരാൻ അനുവദിച്ചാൽ അത് നമ്മളെ പരമാവധി ബുദ്ധിമുട്ടിക്കും. ഇതാണ് ഇത്തരം ഗ്രഹനിലകളിലെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 5-ാം ഭാവം ശനി രാഹുവിൻ്റെ ദൃഷ്ടിയിൽ കുജൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. സന്താന ഭാഗ്യം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഒരല്പം കാലതാമസമൊക്കെ ഉണ്ടാവാനോ ഉണ്ടായിട്ടുണ്ടാവാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ലഗ്നാൽ 7-ൽ ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു വസ്തുത എന്ന് പറയുന്നത് 2 പ്രബല ഗ്രഹങ്ങളെ കൊണ്ട് 2 മഹായോഗങ്ങളുള്ള ഒരു ഗ്രഹനിലയ്ക്ക് ഉടമയാണിത്. ഒന്ന് ലഗ്നാധിപനായിട്ടുള്ള ബുധനെ കൊണ്ട് ഭദ്രായോഗം, 2 ലഗ്നാൽ 7-ൽ സ്വന്തം ക്ഷേത്രത്തിൽ വർഗോത്തമം ചെയ്തു നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടുള്ള ഹംസ മഹായോഗം. പക്ഷേ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സുമുണ്ട്. ഇവിടെ പറയുമ്പോൾ ഭദ്രായോഗമുണ്ട്, അതുപോലെ ഹംസയോഗമുണ്ട്. പക്ഷേ ഗുളിക ഭവനാധിപനായിട്ടുള്ള ബുധനാണ് എന്ന് വെച്ചാൽ ബുധൻ്റെ ക്ഷേത്രത്തിൽ ഗുളികൻ നിൽക്കുന്നു, നല്ലതല്ല. മാത്രവുമല്ല ബുധൻ കുജൻ ശത്രുക്കളാണ്. അപ്പോൾ ഈ 2 മൈനസ് കിഴിച്ചുള്ള ഗുണം മാത്രമാണ് ബുധൻ അവിടെ ചെയ്യുക. അതുപോലെ ഇത് ഗുരു ചണ്ടാള യോഗമാണ്. വ്യാഴവും രാഹുവും ഒരേ സമയം ഒരേ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ദാറ്റ്സ് കാൾഡ് ഗുരു ചണ്ടാള യോഗം എന്ന് വെച്ചാൽ രാഹുവിൻ്റെ പിടുത്തം കഴിഞ്ഞിട്ടുള്ള ഗുണം മാത്രമാണ് വ്യാഴം അവിടെ ചെയ്യുക. പൊതുവേ വ്യാഴം ശുക്രൻ ഒരുപാട് തെറ്റിദ്ധാരണകൾ ആളുകൾക്കുള്ള 2 ഗ്രഹങ്ങളാണ്, പ്രബല ഗ്രഹങ്ങളാണ്. അപ്പോൾ ഈ ശുക്രനും വ്യാഴവും പൊതുവെ അത്യാവശ്യം നല്ല തെറ്റില്ലാത്ത പൊസിഷനുകളിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ താല്പര്യം കൂടുതൽ പ്രകടിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ്. അതിനോടൊത്ത് ശനി അതല്ലെങ്കിൽ രാഹു കേതു കുളികൻ പോലെയുള്ള അല്ലെങ്കിൽ നീചമായിട്ടുള്ള ഗ്രഹങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കുത്തനെ കുറയും. യോഗം ഇവിടെ കിടക്കുകയും ചെയ്യും, ഫലം മറ്റൊരു വഴിക്ക് നടക്കുകയും ചെയ്യും. ഇതാണ് പൊതുവെ ഇത്തരം ഗ്രഹനിലകളിൽ കണ്ടുവരുന്ന ഒരു രസകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്. പ്രത്യക്ഷത്തിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഹംസ മഹായോഗമുണ്ട്, അതുപോലെ തന്നെ ഭദ്രയോഗമുണ്ട്. അതെല്ലാം വർക്കിങ്ങുമാണ്. പക്ഷേ അതിൻ്റെ പേഴ്സൻറ്റേജ് ഒരു ഗ്രഹത്തെ കൊണ്ടൊരു ഗുണം കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 60% മുകളിൽ അത് വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം. എന്നാലാണ് ആ ഗുണഫലങ്ങൾക്ക് സാധ്യത കയറുക, എളുപ്പത്തിൽ അത് നടപ്പിലാവുക. അപ്പോൾ ഇതുപോലെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പൊതുവേ ഒരു 40% അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ 50% കഷ്ടി പോലും കിട്ടാത്ത അവസ്ഥകളും ഒരുപാടുണ്ട്. ഗുരു രാഹു എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം മോശമായിട്ടുള്ള കോമ്പിനേഷൻ തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ഒരു തർക്കങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അത് ഒരുപാട് മൂർച്ഛിക്കാതെ അപ്പോഴേക്കപ്പോഴും പരിഹാരങ്ങൾ കണ്ടെത്തി അത് പരിഹരിച്ചു പോകേണ്ടതായിട്ടുള്ള അവസ്ഥകളൊക്കെ ഇത്തരക്കാർക്ക് പൊതുവേ കണ്ടുവരാം. പിന്നെ പൂയമാണ്. പൂയം അനിഴം ഉത്രട്ടാതി ശനി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അടക്കി വാഴുന്ന നാളുകളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടഫ്നെസ്സും ഇത്തരം നാളുകൾക്ക് പൊതുവേ ഉണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ പൂയം അനിഴം ഉത്രട്ടാതി ശനി ദശയിൽ തന്നെയാണ് ജനിക്കുക. 98 വരെ ജന്മശിഷ്ടമായിട്ട് ശനി ലഭിച്ചു. അതിനുശേഷം ബുധൻ 2015 വരെ, അതിനുശേഷം കേതു 2022 വരെ, അതിനുശേഷം ശുക്രൻ 2042 വരെ, അതിനുശേഷം സൂര്യൻ 2048 വരെ, അതിനുശേഷം ചന്ദ്രൻ 10 കൊല്ലം 2058 വരെ, ശേഷം ചൊവ്വ രാഹു ഗുരു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ശുക്രൻ സ്വാപഹാരം നടക്കുന്നു 10-11-2022 തൊട്ട് 11-3-2026 വരെ. സ്വാപഹാരം ഒരു ഗ്രഹത്തിൻ്റെയും അത്ര നല്ലതല്ല. ഭയങ്കര ദോഷമോ അല്ലെങ്കിൽ ഭയങ്കര ഗുണമോ ചെയ്യുന്നതല്ല. ഒരു മന്ദീഭാവത്തിൽ അങ്ങനെ നിൽക്കും. അപ്പോൾ സ്വാപഹാരം കഴിയുന്ന മുറയ്ക്ക് ശുക്രൻ 9-ലാണ് നിൽക്കുന്നത്, 8-ലാണ് നിൽക്കുന്നത്. മോശം ദൃഷ്ടികൾ ഭാഗ്യവശാൽ ഇല്ലാതാണ്. അപ്പോൾ അതുകൊണ്ട് 8-ലാണെങ്കിൽ പോലും വലിയ തെറ്റുകുറ്റങ്ങളില്ലാത്ത ഫലങ്ങൾക്ക് സാധ്യതയുമുണ്ട്. എന്നാൽ ലഗ്നത്തിൽ നിൽക്കുന്ന എല്ലാത്തിനെയും തടസ്സപ്പെടുത്തണമെന്ന് നെഗറ്റീവായി നിൽക്കുന്ന ഗുളികൻ, കേതു, രാഹുവിൻ്റെ ദൃഷ്ടി, ഇത്രയും കാര്യങ്ങൾക്കുള്ള പരിഹാരം കൃത്യമായി തന്നെ ചെയ്യുക. അത് ചിട്ടവട്ടത്തോടു കൂടി തന്നെ ചെയ്തു പോവുക. അതുപോലെ തന്നെ ലഗ്നാൽ 12 വ്യയസ്ഥാനം, അവിടേക്ക് ശനിയുടെ 10ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്, ഗുളികൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട്. ധനസ്ഥാനത്തേക്ക് ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്. അപ്പോൾ ധന സംബന്ധമായിട്ടുള്ള ബ്ലോക്ക്സ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ വരാം. അതുപോലെ തന്നെ ചെലവുകളെ കൂട്ടുന്ന രീതിയിൽ ശനിയും ഗുളികനും രണ്ടും അവിടെ
പ്രവർത്തിച്ച് ചെലവുകളെ വരവിനെ കുറയ്ക്കുകയും ചെലവിനെ കൂട്ടുന്ന പ്രവർത്തനങ്ങൾക്ക് സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും. അതിനെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. പ്രായോഗികമായി തന്നെ അതിനെ കൈകാര്യം ചെയ്ത് പോവുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.